ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന റെസിപ്പി സദ്യക്കും ഊണിനും വിളമ്പാൻ പറ്റിയ നല്ല ഒരു അടിപൊളി കുറുക്കു കാളൻ. നിങ്ങളിത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ, നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഞാനിവിടെ അതിനായിട്ട് എടുത്തിരിക്കുന്നത് ഒരു 150 ഗ്രാം ചേനയും 2 നേന്ത്രക്കായയുമാണ്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒഴിച്ച് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചൊന്ന് നന്നായി ഒന്ന് കലക്കി കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ നേന്ത്രക്കായയുടെ തൊലിയെല്ലാം കളഞ്ഞ് 4 സൈഡും ഒന്ന് നീളനെ അരിഞ്ഞു കൊടുക്കാം. നീളനെ ഇങ്ങനെ ചീന്തിയ ശേഷം തൊലിയെല്ലാം കുറച്ച് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ടിത് 4ആയി നമുക്ക് കീറിയെടുക്കാം. എന്നിട്ട് നമ്മുടെ കയ്യിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് തടവി കൊടുക്കാം. ഇങ്ങനെ നമുക്ക് വെളിച്ചെണ്ണ തടവുന്നത് നേന്ത്രക്കായ കറയുള്ളത് കൊണ്ടാണ്. ഇനി നമുക്ക് നേന്ത്രക്കായ നടുകെ കീറി 4 കഷ്ണങ്ങളാക്കി നമുക്ക് ഇത് അരിഞ്ഞെടുക്കാം. ഇങ്ങനെ നമുക്ക് 2 നേന്ത്രക്കായയും ഇതുപോലെ നമുക്ക് കഷണങ്ങളായി അരിഞ്ഞെടുക്കാം. ഇങ്ങനെ അരിഞ്ഞെടുത്ത നമ്മുടെ നേന്ത്രക്കായ രണ്ടും നമുക്ക് മഞ്ഞൾ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ് അങ്ങനെ മഞ്ഞൾ വെള്ളത്തിൽ കിടക്കട്ടെ. അതിനുശേഷം നമുക്കിത് വാരിയെടുത്ത് വെക്കാം. ഇനി നമുക്ക് നമ്മുടെ ചേനയും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ചേന നമുക്ക് ഒരു ബൗളിലേക്ക് ഇതുപോലെ ചെറുതാക്കി നമുക്ക് ഇതേ വലിപ്പത്തിൽ തന്നെ അരിഞ്ഞ് നമുക്ക് മാറ്റിവെക്കാം. കൈ ചൊറിയുന്ന ചേന ആണോ എന്ന് നിങ്ങൾ ചോദിച്ച് വാങ്ങണം. ചില ചേന നല്ല കൈ ചൊറിച്ചിലുണ്ടാകും. വെളിച്ചെണ്ണ പുരട്ടിയാൽ കൈ ചൊറിച്ചിലിന് കുറവുണ്ടാകും. ഇതും നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇനി ഒരു മൺചട്ടി എടുത്ത് ഇതിലേക്ക് നമുക്ക് നമ്മുടെ നേന്ത്രക്കായ കഴുകി വാരിയെടുത്തതും നമ്മുടെ ചേനയും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇട്ടതിന് ശേഷം ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളകും പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി, അര ടീസ്പൂൺ ഉപ്പ്, 1 കപ്പ് വെള്ളം എന്നിവ ചേർത്ത് നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് ഒരു 20 മിനിറ്റ് നമുക്ക് വേവിക്കാം. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനായി നമുക്കൊരു അരമുറി തേങ്ങ ചിരവിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് 1/4 ടീസ്പൂൺ നല്ല ജീരകവും 2 പച്ചമുളകും ഒരു 5 ചെറിയ ചുവന്നുള്ളിയും നമുക്കിതിലേക്ക് ചേർത്ത് 1/2 കപ്പ് വെള്ളവും ഒഴിച്ച് നമുക്കിത് നല്ല പേസ്റ്റ് പരുവത്തിൽ ഒന്ന് അരച്ചെടുത്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ നേന്ത്രക്കായയും ചേനയും വെന്തോ എന്ന് നോക്കാം. നേന്ത്രക്കായയും ചേനയും നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലെ വെള്ളം കുറച്ചുകൂടി വറ്റാനുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് കൂടി നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇനി നമുക്ക് മൂടി തുറന്ന് നോക്കാം. നമ്മുടെ ചേനയും നേന്ത്രക്കായും നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ അധികം വറ്റിക്കുന്നില്ല. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നമ്മുടെ അരച്ച് വെച്ച അരപ്പ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ അരപ്പ് വേവാനായി നമുക്കിത് ഒരു മിനിറ്റ് ഒന്ന് നമുക്ക് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. അരപ്പ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പുളിയുള്ള തൈര് 1 കപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു 1/2 കപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നല്ല പുളിയുള്ള തൈരാണ് എൻ്റേത്. അപ്പോൾ ഞാൻ നല്ല പുളിയുള്ളതിനാൽ 1/2 കപ്പ് മാത്രമാണ് ഇതിൽ ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം.
ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കത് 1 മിനിറ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്ക് താളിക്കാം. ഇനി നമുക്കൊരു കടായി എടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ നമുക്ക് കറിവേപ്പില കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കാളനിലേക്ക് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. എൻ്റെ ഈ കുറുക്ക് കാളൻ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാൻ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയ എൻ്റെ കുറുക്ക് കാളൻ ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ നല്ല കട്ടിയായിട്ട് ഇത് മാറും. ഓക്കേ, ബൈ ബൈ.